കൃഷ്ണ നമസ്കാരം, സ്വാഗതം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നാരായണീയാണല്ലോ നമ്മൾ നോക്കുന്നത്. അതിൽ 7ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകം നോക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അപ്പോൾ ആദ്യം ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ചുറ്റും പ്രളയം, ജലം, അത് മാത്രമേ ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞുള്ളൂ, മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ആ ഒരു പ്രാകൃത പ്രളയ കാലത്ത് സർവ്വതും ഭഗവാനിൽ ലയിച്ചു, വേദങ്ങളും ലയിച്ചു. ആ വേദത്തിൻ്റെ വാണിയാണ് തപ എന്ന് പറയുന്ന ആ ഒരു ആകാശവാണി എന്ന് പറഞ്ഞ ആ ഒരു വാണി, അതാണ് ബ്രഹ്മാവിന് ആദ്യമായിട്ട് കേൾപ്പിച്ചു കൊടുത്തത്. അപ്പോൾ വേദവാണിയാണ് ഈ തപ എന്ന് പറയുന്ന ആ വാക്ക്. അപ്പോൾ തപ എന്ന ആ ഒരു ആകാശവാണി, അത് വേദങ്ങളുടെ വാക്കുകൾ തന്നെയാണ്. അതാണ് ആദ്യമായിട്ട് ഉണ്ടായത്, അതാണ് ബ്രഹ്മാവിനെ കേൾപ്പിച്ചു കൊടുത്തത്. അതിൻ്റെ അർത്ഥം യുഗങ്ങളോളം തപസ് ചെയ്യൂ എന്ന് ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്നു. ആ തപസ്സിലൂടെയാണ് ബ്രഹ്മാവ് എങ്ങനെയാണ് ഇനി സൃഷ്ടികർമ്മം, ഇനി എങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു അറിവിലേക്ക് എത്തുന്നത്. ഈ ഒരു യുഗങ്ങളോളം നീണ്ടു നിന്ന 1000 ദിവ്യവർഷം തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊരു പുരുഷനാണ് എന്നോടിങ്ങനെ തപ എന്ന് പറയുന്നത് എന്ന് നോക്കി. കാരണം ഒരു ശബ്ദം മാത്രമാണ് ആ ഒരു ചുറ്റും പ്രളയജലം, ആ ഒരു പ്രളയജലത്തിൽ ചുറ്റും ജലം മാത്രം കാണാൻ കഴിഞ്ഞു ബ്രഹ്മാവിന്, ആ താമരയിലിരിക്കുന്ന ബ്രഹ്മാവിന്. അപ്പോൾ ഇത് ആരാണ് ഈ വാക്കുകൾ പറയുന്നത്, അതായത് തപ എന്നുള്ള വാക്ക് പറയുന്നത് എന്നറിയാനായിട്ട് ബ്രഹ്മാവ് ചുറ്റും നോക്കി. പക്ഷെ ഒന്നും കണ്ടില്ല. എന്നാൽ അതൊരു പുരുഷ ശബ്ദമായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെട്ട് ഭഗവാന്റെ ആ ഒരു അദ്ഭുതം രൂപമായിട്ടുള്ള വൈകുണ്ഠം എന്ന നിലയം, ആ വൈകുണ്ഠം തന്നെ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ തപ എന്ന് പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് വളരെ അത്ഭുത ലോകമായ ആ ഒരു അതിശയവും അത്ഭുതവും നിറഞ്ഞ ആ ഒരു വൈകുണ്ഠ ലോകം തന്നെ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നതാണ് ഇനി വരുന്ന ശ്ലോകങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് തപ എന്ന് ആവർത്തിച്ച് പറഞ്ഞ ശബ്ദം ഭഗവാനിൽ നിന്ന് കേട്ടു ബ്രഹ്മാവ് എന്നും, അത് പറഞ്ഞതാരെന്നറിയാൻ ചുറ്റും നോക്കിയപ്പോൾ ജഗത്ത് മുഴുവൻ ജലം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടു. എല്ലാ ദിക്കുകളിലും ജലം മാത്രം, ആരെയും കാണുന്നില്ല എന്നും, പക്ഷേ എന്നാൽ അതൊരു പുരുഷ ശബ്ദമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും, തന്നോട് തപസ് ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി 1000 ദിവ്യവർഷക്കാലം നീണ്ടുനിന്ന ആ ഒരു തപസ്, അത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് ഒരു ദർശനമുണ്ടായി. അതായത് ഭഗവാന്റെ നിലയമായ വൈകുണ്ഠലോകത്തിൻ്റെ ആ ഒരു വൈകുണ്ഠലോകത്തിൻ്റെ ദർശനം. ആ ദർശനത്തെ ഇവിടെ മേൽപ്പത്തൂർ ഏകാത്ഭുതം എന്നാണ് പറയുന്നത്. അതൊരു അത്ഭുതം തന്നെയല്ലേ. ഭഗവാന്റെ ലോകത്ത് എത്താനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. അതിനെ ഒരേ ഒരു അത്ഭുതം, നമ്മളിപ്പോൾ 7 വണ്ടേഴ്സ് എന്നൊക്കെ പറയില്ലേ, പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഒരേ ഒരു അത്ഭുതമാണ് ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത്. ആ ഒരു വൈകുണ്ഠത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇനി വരുന്ന അടുത്ത ശ്ലോകങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു ശ്ലോകങ്ങളിൽ ഈ ഒരു ദർശനം, ആ ഒരു തപസ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വൈകുണ്ഠലോക ദർശനവും അത് കാണിച്ചു കൊടുത്ത ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ശ്ലോകം 3 7ാമത്തെ ദശകം ഒന്ന് ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മേൽപ്പത്തൂർ എന്ന ഗുരുവിനെ പ്രണമിക്കുന്നു. വന്ദേ ഗുരു പരമ്പര. ഗണേശായ നമ. സരസ്വതി നമ.
അപ്പോൾ 7-ാം ദശകം ശ്ലോകം 3. को असौ माम् अवदत् पुमान् इति जलापूर्णे जगन्मण्डले दिक्षुद्वीक्ष्य किम् अपि अनीक्षितवदा वाक्यार्थमुत्पश्यदा दिव्यं वर्षसहस्रम् आत्ततपसा तेन त्वमाराधिता तस्मै दर्शितवान् असि स्वनिलयं वैकुण्ठमेकाद्भुतम्. ഒരിക്കൽ കൂടെ പറയാം. ദശകം 7-ലെ 3-ാമത്തെ ശ്ലോകം. കോ അസൗ മാം അവദത് പുമാൻ ഇതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദീക്ഷുദ്വീക്ഷ്യ കിം അപ്യനീക്ഷിതവത വ്യാഖ്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രം ആത്മതപസ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാനസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. അങ്ങനെ ഏകാദ്ഭുതം, ഒരേ ഒരു അദ്ഭുതമായിട്ടുള്ള ആ വൈകുണ്ഠ നിലയം അത് ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ക അസൗ പുമാൻ, കോ അസൗ എന്ന് പറഞ്ഞല്ലോ. ഏതൊരു പുരുഷനാണ് മാം അവതത് എന്നോട് പറഞ്ഞത്, ഇത് പറഞ്ഞത് ഏതൊരു പുരുഷനാണ്? തപ എന്ന് പറഞ്ഞത്, അതാണ് അതിൻ്റെ അർത്ഥം. ഇതി എന്നിങ്ങനെ, ഇപ്രകാരം, ഇപ്രകാരം ജലാപൂർണേ ജഗന്മണ്ഡലേ, ജഗന്മണ്ഡലം ജലം കൊണ്ട് നിറഞ്ഞതായിരിക്കെ, അതായത് ദിക്കുകളിൽ ഉദ്വീക്ഷ്യ നോക്കിയിട്ട്, കിമബി ഒന്നും തന്നെ, അനീക്ഷിതവത കാണാത്തവനായി, ഒന്നും തന്നെ കാണാത്തവനായി, എങ്കിലും വാക്യാർത്ഥം ഉത്പശ്യത, തപ എന്ന വാക്യത്തിൻ്റെ അർത്ഥം അറിഞ്ഞ്, തപ എന്നൊരു വാക്ക് മാത്രമേ കേട്ടുള്ളൂ. ഇത് ആരാ പറയുന്നതെന്നൊന്നും ബ്രഹ്മാവിനെ കാണാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ അത് ആ വാക്യത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ദിവ്യം സഹസ്രവർഷം, 1000 ദേവവർഷക്കാലം ആത്മതപസ സ്വീകരിക്കപ്പെട്ട തപസ്സോടു കൂടിയവനായ തേന ആ ബ്രഹ്മാവിനാൽ ആരാധിത ത്വം ആരാധിക്കപ്പെട്ടവനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ തസ്മൈ ആ ബ്രഹ്മാവിനായിട്ട് ഏകാദ്ഭുതം സ്വനിലയം വൈകുണ്ഠം, ഏകാദ്ഭുതമായ ഒരേ ഒരു അദ്ഭുതമായ അദ്ഭുതങ്ങളിൽ മുഖ്യമായ വൈകുണ്ഠം എന്ന ഭഗവാന്റെ നിലയത്തെ ദർശിതവാൻ അസി ദർശിപ്പിച്ചു അല്ലെങ്കിൽ കാട്ടിക്കൊടുത്തു എന്നാണ്. ദർശിതവാനസി കാട്ടിക്കൊടുത്തു. അപ്പോൾ ഇവിടെ തപ എന്ന് പറഞ്ഞത് ആരാണെന്ന് നോക്കാൻ വേണ്ടി ബ്രഹ്മാവ്, ആ ഒരു താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവ് ഇത് ആരാണ് പറയുന്നത് എന്ന ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ. അപ്പോൾ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ഈ ജഗത്ത് മുഴുവൻ ആകെ ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാ ദിക്കുകളിലും ജലം മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ കേട്ട ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യം, പുരുഷ ശബ്ദത്തിന് കുറച്ചുകൂടെ ഗാംഭീര്യം കൂടുമല്ലോ, അതൊരു പുരുഷ ശബ്ദമാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ ആ ഒരു പറയുന്നത് ആരാ, വക്താവിനെ പക്ഷെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു, കേട്ട ശബ്ദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ എന്തായാലും പറഞ്ഞത് ആരാണെന്ന് അറിയുന്നില്ല, എന്നാൽ ഈ പറഞ്ഞത് എന്താണ്, ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തപസ് ചെയ്യാനാണ് തന്നോട് നിർദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങനെ 1000 ദിവ്യവർഷക്കാലം നീണ്ടു നിന്നു ആ ഒരു തപസ് തുടർന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ 360 വർഷമാണത്രേ ഒരു ദേവവർഷം, ദിവ്യവർഷം. അപ്പോൾ അങ്ങനെ 1000 ദിവ്യവർഷമാണ് ബ്രഹ്മാവ് തപസ് ചെയ്തത്. അങ്ങനെ 1000 ദിവ്യവർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് ഒരു ദർശനമുണ്ടായി. ആ ദർശനമാണ് വൈകുണ്ഠ നിലയത്തിൻ്റെ ദർശനം. ആ വൈകുണ്ഠ ദർശനത്തിൽ ആ ഒരു ദർശനത്തെ, വൈകുണ്ഠത്തെ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ആ ദർശനത്തെ ഇവിടെ മേൽപ്പത്തൂർ സൂചിപ്പിക്കുന്നത് ഏകാദ്ഭുതം എന്നാണ്. ഒരേ ഒരു അദ്ഭുതം ഈ വൈകുണ്ഠ ദർശനമാണ്. ആ ഒരു വൈകുണ്ഠ ദർശനം നേടാനും അവിടെ വൈകുണ്ഠത്തിലെത്താനും ഒക്കെയാണല്ലോ നമ്മളെ പോലുള്ളവരും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതാണല്ലോ സ്വർഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നത് സ്വർഗത്തിൽ വൈകുണ്ഠത്തിലെത്തുക, അല്ലെങ്കിൽ ഭഗവാന്റെ ആ നിലയത്തിലെത്തുക, ഭഗവാന്റെ ലോകത്തിലെത്തുക, അതൊക്കെയാണ് വൈകുണ്ഠ ലോകം. ആ ദർശനം വൈകുണ്ഠ ലോകത്തെ കാണിച്ചു കൊടുത്തു. കാരണം ഇത്രയും വർഷം തപസ് ചെയ്തു, ഭഗവാന്റെ ദർശനവും വൈകുണ്ഠ ലോകത്തിൻ്റെ ദർശനവും എല്ലാം ലഭിച്ച ആ ഒരു ബ്രഹ്മാവ്
ഇതിനേക്കാൾ അത്ഭുതകരമായി മറ്റൊന്നുമില്ല എന്ന സൂചനയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അങ്ങനെ ആ അത്യത്ഭുതകരമായ വൈകുണ്ഠ ദർശനത്തെ നമുക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അതിൻ്റെ അവിടുത്തെ എല്ലാ കാഴ്ചകളും എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.